ഒരുപക്ഷെ പലരും പോയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ പോവുക എനിക്ക് തോന്നുന്ന സ്കറിയറ്റിലൂടെയാണ്, വാഷിങ്ടൺ പോയപ്പോൾ. അപ്പോൾ ഈ ബസിലിക്കയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ പല അൽത്താരുകൾ ഈ ബസിലിക്കയിൽ എല്ലാവരും തന്നെയുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അൽത്താരുകൾ. അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെതായിട്ടുള്ള ഓരോ ഓർമ്മകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നിത്യസഹായ മാതാവിൻ്റെ അൽത്താരയുണ്ട്, ഗോഡലുപ്പ് മാതാവിൻ്റെ ഉണ്ട്, അവർ ലേഡി ഓഫ് ചൈന, അവർ ലേഡി ഓഫ് വിയറ്റ്നാം. അപ്പൊ ഇങ്ങനെയുള്ള പല മാതാവുമാരുടെ അൽത്താരകളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഈ ബസിലിക്കയിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ ധാരാളം പ്രാപിക്കുവാനായിട്ട് അവിടെ ഓടിക്കൂടുന്നു. ഞാൻ എൻ്റെ ചിന്ത ഈ ബസിലിക്കയിലേക്ക് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഓരോ ദേശങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മക്കൾക്ക് പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പരിശുദ്ധ അമ്മ പല ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കത്തോലിക്ക സഭ അധികമില്ലാത്ത വിയറ്റ്നാം, അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങളിൽ പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഇത് പറയുമ്പോൾ അതിലുപരിയായിട്ട് വിശ്വാസത്തിന്റെ വലിയ കാഴ്ച നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ ദേശങ്ങളിലൊക്കെ കത്തോലിക്ക വിശ്വാസം ഏറെ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു സ്ഥലത്ത് ക്രൈസ്തവ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസം അവിടെ പ്രഘോഷിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവിടെ വിശ്വാസം നിലനിൽക്കുക. വിശ്വാസം കേൾവിയിൽ നിന്നാണെന്നാണ് പൗലോസ്ലീഹ നമ്മോട് പറയുക. വിശ്വാസം കേൾവിയിലൂടെ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് തോമസ് ലീഹായിലൂടെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവറിലൂടെയൊക്കെയാണ് ഈ ക്രൈസ്തവ വിശ്വാസം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിൽ. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, ഈശോ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാനായിട്ട്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുകൾ പാകുന്നതിനായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ് ആ വിശ്വാസം ഓരോ സ്ഥലങ്ങളിലും പ്രഘോഷിക്കപ്പെടുക. തീർച്ചയായിട്ടും ഈശോ ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശിഷ്യന്മാര് ഈശോയെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ സാക്ഷ്യം നൽകുന്നതിൽ വളരെ മടിയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുവാനായിട്ട്, അത് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും മടിയാണ്. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന്. പക്ഷേ നമ്മൾ അടുത്ത നാളുകൾക്ക് നമ്മൾ കാണുന്നത്, ഈ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ കാണുന്നത്, ആളുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹം, അവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഭവങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരുടെ ജീവിത സാക്ഷ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. അത് നമ്മുടെ തന്നെ വിശ്വാസത്തെ വളർത്തുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ വളർത്തുന്നതിനും അത് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും തന്റെ സുവിശേഷവുമായിട്ട് പറഞ്ഞയച്ചതുപോലെ തന്നെ കർത്താവ് നമ്മെ എല്ലാവരെയും അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. നമ്മുടെയൊക്കെ ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ സുവിശേഷം നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതലായിട്ട് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. എങ്ങനെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്? ഇന്നത്തെ സുവിശേഷത്തിൽ
2-3 കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈശോ പറയുക, നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കണമെന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ ആശംസിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അനുയായി ഒരു സമാധാനത്തിന്റെ ഉപകരണമാണ്. ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചതുപോലെ തന്നെ, എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ, നമ്മളായിരിക്കുന്ന കുടുംബത്തില്, നമ്മളായിരിക്കുന്ന സമൂഹത്തില് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. സമാധാനം മറ്റുള്ളവർ കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് സാധിക്കുക. സന്തോഷവും സമാധാനം. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് പോയപ്പോൾ ആ എലിസബത്തിന്റെ ഭവനം മുഴുവൻ സന്തോഷത്താൽ കുതിച്ചു ചാടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കട്ടെ. ഈശോ അങ്ങനെയാണ് ശിഷ്യന്മാരെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകുക, വഴക്കുകളുടെ ഉപകരണങ്ങളല്ല, മറിച്ച് സമാധാനം സ്ഥാപിക്കുന്നവരാകുക. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ അവിടുത്തെ രോഗികളെ സുഖപ്പെടുത്തുക എന്ന് പറയുക. ഒരു സൗഖ്യ ശുശ്രൂഷയിൽ നിങ്ങളായിരിക്കുക, മറ്റുള്ളവരേക്ക് സൗഖ്യം കൊടുക്കുന്നവരായിരിക്കുക. നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നവരായിരിക്കുക. നഴ്സുമാർ മാത്രമല്ല സൗഖ്യപ്പെടുത്തുന്നവര്, മറിച്ച് നമ്മളൊക്കെ ഈ സൗഖ്യ ശുശ്രൂഷയിലായിരിക്കേണ്ടവരാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരാണ്. ഈശോ നമ്മോട് പറയുന്നത്, നിങ്ങൾ സൗഖ്യത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുക, രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ പോലെ അല്ലെങ്കിൽ നഴ്സുമാരെ പോലെ മരുന്ന് കൊടുക്കുവാനല്ല പറയുക, മറിച്ച് ആത്മാവിന് ആവശ്യമായിട്ടുള്ള ഔഷധം കൊടുക്കുവാനായിട്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറെ കൂടെ നല്ലതാക്കുവാനായിട്ടൊക്കെ സാധിക്കുക. അപ്പോൾ സൗഖ്യ ശുശ്രൂഷയിലായിരിക്കുക ഈശോ പറയുക ശിഷ്യന്മാരോട്. മൂന്നാമതായിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുക. ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കുന്നവരാകണം ഓരോ ക്രിസ്തു ശിഷ്യനും. അപ്പോൾ ഈശോ ഈ ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അവിടുത്തെ സുവിശേഷവുമായിട്ട് പറഞ്ഞയക്കുമ്പോൾ സമാധാനത്തിന് ഉപകരണങ്ങളാകുവാനായിട്ട്, സൗഖ്യ ശുശ്രൂഷയിലായിരിക്കുവാനായിട്ട്, കർത്താവിന്റെ സുവിശേഷം ലോകമെന്ന് പ്രഘോഷിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കുവാനായിട്ട് കർത്താവ് അവരെ പറഞ്ഞയക്കുക. ഇന്ന് ഈശോ നമ്മയാണ് പറഞ്ഞയക്കുക. നമ്മളായിരിക്കുന്ന ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ കർത്താവിൻ്റെ ആ വചനം പ്രഘോഷിക്കുന്നവരാകുവാൻ, ജീവിതം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവരാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ഈ ദൈവബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയ്ക്കായും അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.